അറിഞ്ഞോ അറിയാതെ സാത്താനിക സാന്നിധ്യങ്ങളെ വിളിച്ച് ഓജോ ബോർഡ് കളിച്ചുകൊണ്ട് ആത്മാക്കളെ വിളിച്ച് മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്നു. കൗതുകത്തിന് ചെയ്യുന്ന, രസത്തിന് ചെയ്തതാ, അതുവഴിയായിട്ട് തിന്മയ്ക്ക് നമ്മുടെ ലൈഫിലേക്ക് കടന്നു കയറാൻ അവസരം കിട്ടുന്നതായിട്ട് അനേക സംഭവങ്ങളുണ്ട്. ശുശ്രൂഷകരൊക്കെ പലപ്പോഴും കാണുന്നൊരു കാര്യമാണ്. തമാശന് വിളിച്ചത് ഈ പൈശാചിക അരൂപിയാണെന്ന് ഓർത്തില്ല, രസത്തിന് വിളിച്ചു കയറ്റുന്നത്. നമ്മൾ ഒരാളെ വീട്ടിൽ പറയാതെ വന്ന് കയറുന്ന ആളിനെ നമുക്ക് തിരക്കാണ്, ഇവിടെ വേണ്ട പൊക്കോന്ന് പറഞ്ഞ് വിടുന്ന പോലെയല്ല വിളിച്ചു വരുത്തുന്ന ആളിനോട് പോകാൻ പറയുന്നത്. വിളിച്ചു വരുത്തുന്ന ആളോട് പോകാൻ പറയാൻ അത്ര എളുപ്പമല്ല. പറയാതെ വരുന്നത് നമുക്ക് പറയാൻ പറ്റും, ഞാൻ തിരക്കാണ്, പിന്നെ എങ്ങാനും വന്നാൽ മതി, സോറി കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ പോകും. കാരണം പറയാതെ വന്നാൽ. നമ്മൾ വിളിച്ചു വരുത്തിയതാണെങ്കിലോ വന്നു കഴിയുമ്പോൾ സോറി കേട്ടോ എനിക്ക് സമയമില്ലെന്ന് പറയാൻ പറ്റുമോ, ഞാൻ വിളിച്ചിട്ട് വന്നതാ. അപ്പം നമ്മൾ തന്നെ വിളിക്കുന്നു, അറിഞ്ഞും അറിയാതെയൊക്കെ വിളിക്കുന്ന അനുഭവങ്ങളുണ്ട്. അതാണ് ഓജോ ബോർഡ്. ഈ റോക്ക് ഡാൻസ്, റോക്ക് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ ചില പാട്ടുകൾക്കകത്ത് സാത്താനെ വിളിച്ചുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിരിക്കുന്നതായിട്ട് അനേകർ പങ്കുവെക്കുന്നുണ്ട്. പിന്നെ സാത്താനിക അവസ്ഥ വിളിച്ചു വരുത്തുന്ന ഒന്നാണ് മറ്റ് മതങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ പോയി കയറുക. അങ്ങനെയുള്ള ദേവീ ദേവന്മാരൊക്കെ പ്രതിഷ്ഠിതമായിരിക്കുന്ന ആലയങ്ങളിൽ ചെന്ന് ഉള്ളു തുറക്കുക, പ്രാർത്ഥനയെ കൂടുക, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള ദേവീ ദേവന്മാരുടെ സ്തുതികൾ നിറഞ്ഞു നിൽക്കുന്നതായ പാട്ടുകളുണ്ട്. ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക്, ഈ ഭരതനാട്യം, തിരുവാതിര, ഇങ്ങനെയൊക്കെയുള്ള ശാസ്ത്രീയ സംഗീതവും ശാസ്ത്രീയ നൃത്തവും ഒക്കെ അതിൽ തന്നെ ശുദ്ധമാണെങ്കിലും അത് പരിശീലിക്കാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഈരടികൾ, പാടി ഒക്കെ ഈരടികൾ ഉപയോഗിക്കുന്നത് ദേവസ്തുതികളാണ് ഉരുവിടുന്നത്. അപ്പം നമ്മുടെ ഉള്ളുകൊണ്ട് നമ്മൾ ദേവന്മാരെയാണ് അവിടെ വിളിക്കുന്നത്. അതിൻ്റെ പുറകിലുള്ള പൈശാന്നിധ്യങ്ങളാണ്. അതുപോലെ അങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ വെച്ച് വണങ്ങുന്നതൊക്കെ പലപ്പോഴും ഈ നിലവിളക്ക് പോലുള്ള കാര്യങ്ങൾക്കകത്തും ദൈവത്തിൻ്റെ സാന്നിധ്യമല്ല, അവിടെ ആരാധനാ മൂർത്തികളുടെ വിഷയം അവിടെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മളായിട്ട് അറിഞ്ഞോ അറിയാതെയൊക്കെ വിളിച്ചു വരുന്നില്ല. സാത്താൻ സേവ നടത്തുന്ന സ്ഥലങ്ങളിൽ ചെന്ന് കയറുന്നു. ചാത്തൻ സേവ മഠങ്ങൾ അങ്ങനെ സ്ഥലത്തേക്ക് കയറുന്നു. മീഡിയയിലൊക്കെ, യൂട്യൂബിലും ഇന്റർനെറ്റിലും ഒക്കെ സാത്താനിക സൈറ്റുകൾ ഇഷ്ടംപോലെയുണ്ട്. വിശാലമായിട്ടും ഒരുപാടായിട്ടും സാത്താൻ്റെ പള്ളികളും അവിടെ പ്രസ്ഥാനക്കാർ നടത്തുന്ന പരിപാടികളുണ്ട്, ഒത്തിരിയുണ്ട്. നമ്മൾ മിഷൻ ലീഗും തിരുബാല സഖ്യവും അൾത്താര ബാലസഖ്യവും ലീജിയൻ ഓഫ് മേരിയൊക്കെ പള്ളികൾ നടത്തി പലതരത്തിലുള്ളവർക്ക് തമ്പുരാനെ അറിയാനും പ്രാർത്ഥിക്കാനൊക്കെ അവസരം ഒരുക്കുന്ന പോലെ തന്നെ സാത്താൻ്റെ ആൾക്കാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സെറ്റനിക് ചിൽഡ്രൻസ് മിനിസ്ട്രി ഉണ്ട്. മിഷൻ ലീഗ് പോലെ സാത്താൻ്റെ മിനിസ്ട്രി ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പരിപാടി ഒത്തിരി ഉണ്ട്. അപ്പം അങ്ങനെയുള്ളടത്ത് അറിയാതെ അറിഞ്ഞോ ഒക്കെ ചെന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ ഒന്ന് തുറന്നു കൊടുത്താൽ അവൻ കയറിയിട്ട് പിന്നെ വല്ലാണ്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉപദ്രവം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും.